കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു സർ? ഇതൊക്കെ ഒരു നല്ലൊരു രസമായിട്ട് തോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ. പലപ്പോഴും ആലോചിക്കാറുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടി വന്ന് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല അടുപ്പവും, എല്ലാവരും നേരിട്ട് കണ്ടാൽ എന്താ ദേശേട്ടാ അല്ലെങ്കിൽ എന്താ രാമൻകുട്ടി എന്ന് പറയാനുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രായം കൂടിയപ്പോൾ കുറച്ച് മെമ്മറി ലോസൊക്കെ കുറച്ച് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ച് അകന്നു. ഒരു ലൈഫ് സ്റ്റൈലാണ് സാറിനെ വ്യത്യസ്തമാക്കുന്നത്, ഒരു ലളിതമായ ഒരു ജീവിതശൈലി. ഇവിടെ സാറ് മുണ്ടും ഉടുപ്പും വളരെ കേരളത്തിൻ്റെ തനി ശൈലിയിൽ സാർ പോകും. അത് അങ്ങനെ പരിശീലിച്ചു. അത് പിന്നെ അതാ ഇഷ്ടം. ഞാൻ ദുബായിൽ പോലും മുണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാനവിടെ ആദ്യം സോന ചാഹിയെ എന്നും പറഞ്ഞിട്ട് സ്വർണം പിടിച്ചിട്ട് വീടുകൾ കയറി ഇറങ്ങി വിട്ടിട്ടുണ്ട്. ദോഹയില് വീടുകൾ തോറും ബിസിനസ്. അവിടെ ഫ്ലാറ്റുകളാണ് അധികം. സാധാരണക്കാരുടെ അടുത്തിട്ടോ, ഇപ്പോൾ ഷെയ്ഖുമാരുടെ അടുത്തൊന്നുമല്ല, നോർമൽ ആൾക്കാരുടെ അടുത്ത്. അവിടെയൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയി വർത്തമാനം പറഞ്ഞ്, അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ വരും, അവിടെ ഇരുന്ന് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ വിൽക്കും. അപ്പോൾ അന്ന് അവിടെ അത്ര വലിയ പീടികളില്ല ദോഹയിൽ. ഇപ്പം ഉണ്ട്. പിന്നെ അവിടുത്തെ പീടികക്കാർക്കും ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കാറുണ്ട്, ഹോൾസെയിലായിട്ട് വിൽക്കാറുണ്ട്. എങ്ങനെയാണ് ചെമ്മണ്ണൂർ എന്ന പേര്? ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് കുന്നംകുളത്തിനടുത്ത ഒരു വില്ലേജാണ്. വില്ലേജിന്റെ പേരാണ് ചെമ്മണ്ണൂർ. അവിടുന്ന് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് വരന്തരപ്പള്ളിയിലേക്ക്. അവിടുന്ന് കുടിയേറി പാർത്ത ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ്. ഒരുപാട് വർഷങ്ങൾ, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ജനിച്ചിട്ടില്ല അപ്പോഴും. ചെമ്മണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് ചെമ്മണ്ണൂർക്കാരെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ചെമ്മണ്ണൂർ വന്ന് പെട്ടത്. പക്ഷെ റിയലി ചിറ്റലപ്പള്ളി തറവാട്ടിൽ എന്നുള്ളതാണ്. ചിറ്റലപ്പള്ളി തറവാടാണ്. അപ്പൊ ശരിക്കും ആ ഒരു പേര് ജീവിതത്തിൽ പിന്നെ അത് ഒരു ബ്രാൻഡായി മാറി. അതാണ് ഒരു കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടാൽ എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാമെന്ന് പറയുന്നത് ഒരു വാസ്തവം തന്നെയാണ്. ഗോൾഡ് പർച്ചേസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ 10 വയസ്സായ പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ 12 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ 6-7 കൊല്ലാകുമ്പോഴേക്കും എന്തെങ്കിലും സ്വർണം കൊടുക്കാതെ ഇന്നത്തെ കൾച്ചറിൽ നടക്കില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മാസം 1000 റുപ്യ അല്ലെങ്കിൽ 2000 റുപ്യ ഈ പെൺകുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യും. അതാത് മാസം നമ്മൾ അവരുടെ ചെക്ക് ആൻഡ് ക്യാഷ് ചെയ്താൽ അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് ആ ഗോൾഡ് ഫിക്സ് ചെയ്തു. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വർണ്ണം ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ 3000 റുപ്യ ഉള്ള ദിവസമാണെങ്കിൽ അവർക്ക് ഏതാണ്ട് ഒരു 2400 റുപ്യ 2500 രൂപ വരുള്ളൂ ആവറേജ് എടുക്കുമ്പോൾ. ശരിക്കും നമ്മൾ കേൾക്കാം സ്വർണ്ണ പണിക്കൂലി കിഴിവ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ്, പറഞ്ഞുതരാം. ഈ ആഭരണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഷോർട്ടേജ് വരും ഗോൾഡ് സ്മിത്തിന്. അത് നമ്മൾ കൊടുത്തേ പറ്റുമോ? ഇപ്പോൾ ഗോൾഡ് സ്മിത്ത് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിൽ അവർക്ക് ഒരു ഗ്രാമിന് ഒരു പവൻ 8 ഗ്രാം സ്വർണത്തിന്, ഒരു പവൻ എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. അതിന് അവർക്ക് ഏകദേശം 400 മില്ലിഗ്രാം 300 മില്ലിഗ്രാം നമ്മൾ വേസ്റ്റേജ് കൊടുത്തേ പറ്റും. അത് പണികൾക്ക് വ്യത്യാസമാണ്. അപ്പോൾ കൊച്ചു സാധനങ്ങളാണെങ്കിൽ കൂടും, കുറച്ച് വലിയ കനം കൂടിയ സാധനങ്ങളാണെങ്കിൽ കുറച്ച് കുറയും വേസ്റ്റേജ് എന്ന് പറയുന്നത്. അതൊക്കെ കൊടുക്കാതിരുന്നാൽ കള്ളത്തരം ചെയ്യുന്നുള്ളത് 100% ആണ്. അതെ, മക്കളിൽ മൂത്തത് മകളാണ് അനീഷ. അവർ കരിപ്പാപ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഫാമിലി ഉണ്ട്. അവരെ അവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ല, അവൾ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് മകൻ, പേര് അനൂപ് ചെമ്മണ്ണൂർ. അവൻ ഇവിടെ USA പോയിട്ടാണ് ഈ ഡയമണ്ടിൻ്റെ എക്സ്പെർട്ടൈസ് ചെയ്തത്. പിന്നത്തത് അഞ്ജന, അവളാണ് ഡയമണ്ടിൻ്റെ 3 കൊല്ലം പഠിച്ചിട്ടുള്ള കുട്ടി. അനൂപ് USA 1 കൊല്ലം പഠിച്ചു. ഇപ്പോൾ മകൻ ബിസിനസ് കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ മകനാണ് മിക്കവാറും എല്ലാം ചെയ്യുന്നത്. ഞാൻ പോകാറുണ്ട് ഓഫീസിൽ, ബട്ട് ഡെയിലി കാര്യങ്ങളൊന്നും നോക്കാറില്ല. പിന്നെ ബാങ്കിൻ്റെ കാര്യം, ഞാൻ ബാങ്കിൽ ഒരു 17 കൊല്ലം ഡയറക്ടറായിരുന്നു. കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഓണേഴ്സായിരുന്നു. ബാങ്കിൻ്റെ 19% ഷെയർ ഞങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന ഒരു ബാങ്കിൻ്റെ. ചാരിറ്റബിൾ ഞങ്ങൾക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? കൃത്യമായ കഠിനാധ്വാനം, ഒരാളെയും ചതിക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോബ്ലംസോ ഇതൊക്കെ ഇല്ലാതെ നോക്കുക എന്നുള്ളൊരു പണി മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ വന്നു, ഞാൻ പറഞ്ഞില്ലേ 3 ബ്രദേഴ്സ് 3 സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയൊന്നുമില്ല. കൊല്ലത്തിലൊരിക്കൽ എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു വീട്ടിൽ ഞങ്ങൾ എല്ലാ ഫാമിലി അടക്കം
ഫാമിലി ഇപ്പോൾ ഒരു കൊല്ലം ഇവിടെ ആയാൽ പിന്നത്തെ കൊല്ലം ട്രിവാൻഡ്രത്തുള്ള ആളുടെ വീട്ടിൽ പോകും, പിന്നത്തെ കൊല്ലം തൃശ്ശൂർ പോകും, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ എല്ലാവരും വരും. ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനി കുറച്ച് ചാരിറ്റബിൾ കാര്യങ്ങളിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് സ്ഥലം ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി ഇതേവരെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് കുറേ കാശൊക്കെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ സമൂഹത്തിന് വേണ്ടി അതിൽ കുറച്ച് ചിലവാക്കാൻ തയ്യാറാണ്. ഈ യാത്ര സാറിന് സഫലമാണോ? എന്നെ സംബന്ധിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മകൻ ഏറ്റെടുത്ത് അവൻ നന്നായി ചെയ്യുന്നുണ്ടെല്ലാം. ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ സാറ് പറഞ്ഞ പോലെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് നന്മകൾ സമൂഹത്തിന് ചെയ്യുവാൻ സർവേശ്വരൻ സാറിന് ദീർഘായുസ്സും മനസ്സുഖവും ശരീരസുഖവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി സാറിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സർ.